ആ വിളി കേൾക്കുന്ന മഹാനാണ് വല്യാപ്പ എന്ന അർത്ഥശങ്കക്കിടമില്ലാതെ സഗൗരവം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനെതിരെയുള്ള വെല്ലുവിളിയാണ് ഇവിടെ നൗഷാദ് ബാക്കവി നടത്തുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹധന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നമുക്ക് വേണ്ട എല്ലാ തർത്തീബുകൾ ചെയ്തു തരുകയും ഉപജീവനം നൽകുന്നവൻ, നിയന്ത്രിക്കുന്നവൻ, ഉടമപ്പെടുത്തുന്നവൻ, ഇങ്ങനെ തുടങ്ങി സർവ്വതും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഏകത്വത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിഷയത്തിൽ ഒരാളിനെയും പങ്കു ചേർക്കാൻ പാടില്ല എന്നാണ്. നമ്മുടെ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ നമ്മെ സഹായിക്കാനും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാനും കഴിവുള്ളവൻ അത് അല്ലാഹു മാത്രമാണ്. എന്നാൽ ഈ കേരളക്കരയിൽ അറിയപ്പെട്ട ഒരു പ്രാസംഗികൻ നൗഷാദ് ബാക്കവി, അദ്ദേഹത്തിൻ്റെ നാവുകളിലൂടെ ഇത്തരം വാക്കുകൾ വരുന്നത് ഇതാദ്യമായിട്ടല്ല. എന്നാലും അത് പറയാതെ പോകുന്നത് സമൂഹത്തിനോട് കാണിക്കുന്ന ഒരു വലിയ വഞ്ചനയായതുകൊണ്ട് മാത്രം ഇവിടെ വളരെ ഗൗരവത്തിൽ ചില കാര്യങ്ങൾ ഉണർത്തുകയാണ്. തൃശ്ശൂരിലുള്ള വരവൂർ മസ്താനുപ്പാപ്പാനെക്കുറിച്ച്, അദ്ദേഹത്തിനെക്കുറിച്ച് അദ്ദേഹം വലിയാണെന്ന് സങ്കല്പിച്ചാൽ പോലും ഇദ്ദേഹം പറയുന്ന രൂപത്തിലുള്ള ഒരു നിലക്കുള്ള വിശ്വാസികൾക്ക് ആ രൂപത്തിൽ അവരെ സമീപിക്കുവാനോ ഉപ്പാപ്പയെ സമീപിക്കാനോ പാടില്ല. ഏതായാലും എന്താണ് വറവൂർ ഉപ്പാപ്പാനെക്കുറിച്ച് നൗഷാദ് ബാക്കവി പറയുന്നത് എന്ന് ആദ്യം നമുക്ക് കേൾക്കാം. ഹിന്ദുക്കള്, മുസ്ലിങ്ങള്, മറ്റു മതത്തിൽപ്പെട്ടവര്, മതമില്ലാത്തവര് എല്ലാവരും ഉണ്ട്. ആദ്യം തന്നെ എല്ലാവരും കയ്യിലെടുക്കാനുള്ള ശ്രമത്തിലാണ് നൗഷാദ് ബാക്കവി. അതിൽ അറിയാതെ പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല, മതമില്ലാത്തവരും ഉപ്പാപ്പാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. എത്ര ബാലിശമാണ് ഇത്! മതമില്ലാത്തവരും എല്ലാം കേട്ടാൽ നൗഷാദ് ബാക്കവി പിന്നെ വച്ചേക്കൂല. ഏതായാലും എല്ലാ ആളുകളെയും ഒന്ന് കയ്യിലെടുക്കാം, എന്നിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ പറയാം എന്ന നിലയ്ക്ക് മൂപ്പരെന്തായാലും സംഗതി പറഞ്ഞ് പാളിപ്പോയിട്ടുണ്ട്. ബാക്കി കേൾക്കാം. എല്ലാവർക്കും വലിയ ആശ്രയമാണ്, പ്രതീക്ഷയാണ്, പ്രകാശമാണ്, പ്രാർത്ഥനയാണ്. കേട്ടല്ലോ, എല്ലാവർക്കും ആശ്രയമാണ്, പ്രതീക്ഷയാണ് എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. തൃശ്ശൂർ ജില്ലയിൽ വറവൂരിൽ കിടക്കുന്ന ആ ഉപ്പാപ്പ എല്ലാ ആളുകൾക്കും, ലോകർക്ക് മുഴുവനും എന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. അത് ഹിന്ദു എന്നല്ല, മുസ്ലിം എന്നല്ല, ജൈനനല്ല, ക്രൈസ്തനല്ല, അതുപോലെ തന്നെ മതമുള്ള ഇല്ലാത്ത ആരുമാകട്ടെ എല്ലാവർക്കും ആശ്രയമാണ് എന്നാണ്. മതമില്ലാത്തവരും അവിടെ പോയി പ്രാർത്ഥിക്കുന്നു എന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. ഏതായാലും ബാക്കി നമുക്ക് കേൾക്കാം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവരെ നിങ്ങൾ അനുസരിക്കണം. എത്ര ദിവസമായി അവരൊന്ന് ഉറങ്ങിയിട്ട്. ലേഡീസ് വോളണ്ടിയർമാർ, നമുക്കറിയാം പുരുഷന്മാരെ പോലെയല്ല, വനിതാ വോളണ്ടിയർമാർക്ക്, പെൺകുട്ടികൾക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട്. അൽഹംദുലില്ലാഹ് അവര് പോലും വിശ്രമമില്ലാതെ പണിയെടുക്കും. നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരെ അനുസരിക്കണം, അവര് പറയുന്നത് കേൾക്കണം, അവരെ മാനിക്കണം. പാചകം ചെയ്യുന്നവരെയും വിളമ്പിക്കൊടുക്കുന്നവരെയും ചെമ്പ് കൊണ്ടുപോകുന്നവരെയും കണ്ടാൽ നമ്മൾ പറയണം അൽഹംദുലില്ലാഹ്. അപ്പോൾ അവിടെയുള്ള ഓരോ ആളുകളെയും പ്രത്യേകം നോട്ട് ചെയ്ത് പറയാണ്. അവിടെ ഒരു ആണ്ട് നേർച്ച നടക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രസംഗം നടക്കുന്നത്. ഏതായാലും ആണ്ട് നേർച്ച എന്നത് തന്നെ ഇസ്ലാമിന് എതിരാണ്, ഇസ്ലാം പഠിപ്പിക്കാത്ത പുത്തൻ ആചാരമാണ്. ഇനി ആണ്ട് നേർച്ചയിലെ ഓരോ കാര്യങ്ങളും എടുത്തു നോക്കിയാൽ തന്നെ ഇസ്ലാമിന് അന്യമായ കാര്യങ്ങളും ഇസ്ലാമിനെതിരാകുന്ന കാര്യങ്ങളും കൂടിയാണ് ആണ്ട് നേർച്ചയിൽ നടക്കുന്നത് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഏതായാലും നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ, ഇദ്ദേഹം അവിടെയുള്ള ചെമ്പു ചുമക്കുന്നവരെ, പാചകം ചെയ്യുന്നവരെ, വിളമ്പുന്നവരെ, ഇവരൊക്കെ എന്തിനാണ് കൂട്ടുപിടിക്കുന്നത്? അവരെയൊക്കെ ഒന്ന് ഒപ്പിച്ച്, അവരൊക്കെ ഒന്ന് തൃപ്തിപ്പെടുത്തി, അവരെ ഒന്ന് സന്തോഷിപ്പിച്ച് പോയാലേ കൈമടക്ക് അത്യാവശ്യം കിട്ടുള്ളൂ. അപ്പോൾ ഉസ്താദ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചല്ലോ എന്ന മനോഗതിയിൽ ആത്മസംതൃപ്തി നിറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ആളുകളും നിൽക്കും. അപ്പോൾ എല്ലാവരെയും ഒന്ന് ഒപ്പിക്കുക എന്ന ഒരു ഒപ്പിക്കലാണ് ഇവിടെ നൗഷാദ് ബാക്കവി നടത്തിയിട്ടുള്ളത്. ഇനി അദ്ദേഹം പറയുന്ന വളരെ ഗൗരവമായ ഒരു വാക്കിലേക്ക് നമ്മുടെ കാതുകൾ കോർപ്പിക്കാം. ചെമ്പു ചുമന്നു കൊണ്ടുപോയവൻ വിയർപ്പിൽ കുളിച്ച് ആ മഖാമിലേക്ക് നോക്കിയിട്ട് എന്റെ ഉമ്മായെ ഒന്ന് നോക്കണം, ഞാൻ 3 ദിവസം കൊണ്ട് വരവൂരാ, എന്റെ ഉപ്പാക്ക് സുഖമില്ല, ഞാൻ 3 ദിവസം കൊണ്ട് വരവൂരാന്ന് പറഞ്ഞാൽ ആ വിളി കേൾക്കുന്ന മഹാനാണ് വല്യാപ്പ എന്ന അർത്ഥശങ്കക്കിടമില്ലാതെ സഗൗരവം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.
വിശുദ്ധ ഖുർആനെതിരെയുള്ള വെല്ലുവിളിയാണ് ഇവിടെ നൗഷാദ് ബാക്കവി നടത്തുന്നത്. എന്താണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? എന്താണ് നൗഷാദ് ബാക്കവി പറഞ്ഞത്? വിശുദ്ധ ഖുർആനും നൗഷാദ് ബാക്കവി പറഞ്ഞത് എടുത്തു വെച്ച് നോക്കുമ്പോൾ നേരെ വിപരീതമാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ആശയങ്ങളെപ്പോലും അടിസ്ഥാന ആശയങ്ങളെപ്പോലും തച്ച് തകർക്കുന്ന ഒരു വാദമാണ് നൗഷാദ് ബാക്കവി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പ്രയാസമുള്ള സമയത്ത് ഉപ്പാപ്പാനെ വിളിച്ചാൽ അദ്ദേഹം പറയാണ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രൂപത്തിൽ ഉത്തരം നൽകുമെന്ന്. എത്ര ഗൗരവമുള്ള വാക്കാണ് ഈ പറയുന്നത്. എന്താണ് ഇതിന് തെളിവ്? ഏതു പ്രമാണമാണ് ഇതിന് ഉദ്ധരിക്കാനുള്ളത്? വിശുദ്ധ ഖുർആനിൽ പോലും പറഞ്ഞതെന്താ? അള്ളാഹു പറയാണ് അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹു വയക്ഷിഫു സൂഅ വയജഅലുകും ഖുലഫാഅൽ അർദി. അള്ളാഹ് പറയാണ് ഈ പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ, മുൽത്തർ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന സാഹചര്യമാണ്, ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ ഉത്തരം തരാൻ ആരുണ്ട്? വയക്ഷിഫു സൂ, പ്രയാസത്തെ നീക്കിത്തരാൻ ആരുണ്ട്? അള്ളാഹ് ചോദിക്കുകയാണ്. എന്നിട്ട് പറയാണ് നിങ്ങൾക്ക് ഭൂമിയിൽ സ്ഥാനം നൽകുമെന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പറയാണ്. അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം നൗഷാദ് ബാക്കവിയോടും ചോദിക്കുകയാണ്. ആ ഇലാഹും അല്ലാഹ്, അള്ളാഹുവിനൊപ്പം മറ്റൊരു ഇലാഹുണ്ടോ എന്ന് അള്ളാഹ് ചോദിക്കുകയാണ്. അപ്പോൾ പ്രയാസത്തിൽ, പ്രതിസന്ധിയിൽ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോടാണെന്ന് ഇവിടെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ആ പ്രയാസങ്ങളും പ്രതിസന്ധികളും നീക്കിത്തരാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. എന്നിട്ട് അള്ളാഹുവിൻ്റെ ചോദ്യം, അള്ളാഹ് ചോദിക്കാണ്, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലല്ലാത്ത ആളുകളോട് തേടുമ്പോൾ, അള്ളാഹുവിൻ്റെ ചോദ്യം അ ഇലാഹും അല്ലാഹ്, അള്ളാഹുവിനൊപ്പം ഒരു പങ്കുകാരൻ, ഒരു ഇലാഹ് നിങ്ങൾ വെക്കുകയാണോ? ഉണ്ടോ? അള്ളാഹുവിനുണ്ടോ? എന്നിട്ട് അള്ളാഹ് പറയാണ് ഖലീലം മാ തദക്കറൂൻ. അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ആളുകൾ, വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ചിന്തിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല സൂചിപ്പിക്കുകയാണ്. ഏതായാലും ഈ നൗഷാദ് ബാക്കവി പറഞ്ഞ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ചെമ്പു ചുമന്നുകൊണ്ട്, വിയർത്തൊലിച്ചുകൊണ്ട്, പ്രയാസപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞു നിന്ന്, ആ മക്കാമിലേക്ക് തിരിഞ്ഞു നിന്ന് തേടിക്കഴിഞ്ഞാൽ പ്രാർത്ഥന സ്വീകരിക്കുമെന്നതിൽ അർത്ഥചങ്കക്കിടയില്ലാതെ ഗൗരവം ഓർമ്മപ്പെടുത്തുന്ന ഈ നൗഷാദ് ബാക്കവിയുടെ വാദമാണോ ശരിവെക്കേണ്ടത്? വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനമാണോ ശരിവെക്കേണ്ടത് എന്ന് എൻ്റെ ശ്രോതാക്കളൊന്ന് ചിന്തിക്കുക. വിശുദ്ധ ഖുർആനിൽ ഇനിയും കാണാം ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ, അള്ളാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കരുത്, അള്ളാഹു അല്ലാത്ത ഒന്നിനോടും വിളിച്ചു പ്രാർത്ഥിക്കരുത്, അള്ളാഹുവോടൊപ്പം മറ്റുള്ളതിനെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് വിശുദ്ധ ഖുർആനിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആല അർത്ഥചങ്കക്കിടയില്ലാതെ സഗൗരവം അള്ളാഹു ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെയാണ് നൗഷാദ് ബാക്കവിയുടെ ഈ വിശുദ്ധ ഖുർആനിനെതിരെയുള്ള ഈ വാദം പ്രഖ്യാപിച്ചുകൊണ്ട്, സമൂഹത്തിന് മുമ്പിൽ പഠിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ പ്രസംഗിക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു കോമഡി കൂടി നമുക്ക് കേൾക്കാം. എല്ലാ വർഷവും ഇത് ഓർമ്മപ്പെടുത്തുന്നത് ചില ആളുകൾക്ക് തോന്നും, നമ്മൾ ഇവിടത്തുകാരല്ലേ, നമുക്ക് വരവൂര് സ്വന്തമല്ലേ, നമ്മുടെ ചാപ്പാടല്ലേ, നമ്മുടെ വല്യാപ്പല്ലേ, നമ്മുടെ കൊച്ചാപ്പല്ലേ. ഇനിയുള്ളത് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പൊ അത് പറയുമ്പോ ശ്രദ്ധിക്കണം എല്ലാവരും. ഒന്നും നമുക്ക് സ്വന്തമല്ല, വല്യാപ്പ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ അവസാനിച്ചു. മക്കാം ഇവിടെ ആയതുകൊണ്ട് അങ്ങനെ സംഭവമാണെന്ന് നിങ്ങൾ ആരും കരുതണ്ട. വല്യാപ്പ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ അവസാനിച്ചു എല്ലാം. എത്ര വേദനയോടുകൂടിയാണ് നൗഷാദ് ബാക്കവി ഇത് പറയുന്നത്. വല്യാപ്പ വേണ്ട എന്ന് പറഞ്ഞാൽ അവസാനിച്ചു എന്നാ, പിന്നെ അങ്ങോട്ട് രക്ഷയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. സഹോദരന്മാരെ, എത്ര ഗൗരവമായ വാദമാണ് ഇദ്ദേഹം പറയുന്നത്. ഏതെങ്കിലും ഒരു ഉറൂസിന് വിളിച്ചിട്ട് പ്രസംഗിക്കാൻ ഒരല്പം പോയി ക്യാഷ് തന്നു എന്ന് വെച്ചിട്ട് ആ മഹാനെ അള്ളാഹുവിന് സമപ്പെടുത്താനും, ആ മഹാനെ അള്ളാഹുവിന് തുല്യപ്പെടുത്താനും, അതുപോലെ തന്നെ ആ മഹാനിലേക്ക്, ആൾ ദൈവത്തിലേക്ക് ആളുകളെ, മുസ്ലിമീങ്ങളെ നയിക്കാനും നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? ദുനിയാവിൻ്റെ ഇത്തിരി പോന്ന ലാഭമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നൗഷാദ് ബാക്കവി, നിങ്ങൾ തിരുത്തണം, സമൂഹത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ തിരുത്തണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് മിമ്പറിൽ കയറിയിട്ട് പറയാണ്, മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത. ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ ഇതാ അള്ളാഹുവിൻ്റെ ദൂതൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വഫാത്തായിരിക്കുകയാണ്. വമൻ കാന യഅ്ബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. നിങ്ങൾ ആരെങ്കിലും അള്ളയെയാണ് ആരാധിക്കുന്നതെങ്കിൽ
അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്ന മരിക്കാത്തവനാണ് എന്ന്, അങ്ങനെയുള്ളവൻ ആരാധിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു സഹാബത്തിനെ ഉണർത്തുകയാണ്. അതുകൊണ്ട് മരിച്ചുപോയവരെ അല്ല ആരാധിക്കേണ്ടത്, മരിച്ചുപോയവരോടല്ല സഹായം തേടേണ്ടത്, മരിച്ച് ഖബറിൽ കിടക്കുന്ന മഹാന്മാരെ അല്ല വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത്. ഈ വരവൂർ മസ്താൻ ഉപ്പാപ്പാനേക്കാളും എത്ര വലിയ മഹാനാണ് നമ്മുടെ പ്രവാചകൻ. അഷറഫുൽ ഖൽക്കല്ലേ നമ്മുടെ പ്രവാചകൻ. ആ പ്രവാചകനെ വിളിച്ചു പ്രാർത്ഥിക്കുവാനോ, പ്രയാസം വരുമ്പോൾ ആ പ്രവാചകനോട് ഖബറിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുവാനോ അല്ലെങ്കിൽ വിളിക്കുവാനോ തേടുവാനോ ഒന്നും സഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല, പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല, ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ തൃശ്ശൂരിൽ ജീവിച്ച് മരിച്ച ഈ വറവൂർ മസ്താൻ ഉപ്പാപ്പാനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ പ്രമാണങ്ങളെ വളച്ചൊടിക്കാൻ സാധിച്ചു എന്നത് വളരെ ഗൗരവത്തിൽ നിങ്ങളോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് പൗരോഹിത്യം ഉമ്മത്തിനെ ഷിർക്കിലേക്ക് നയിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിക്കൊണ്ട് നൗഷാദ് ബാക്കവിയുടെ ഈ പ്രസംഗം സമൂഹത്തിൻ്റെ മുമ്പിൽ വയ്ക്കുകയാണ്. ചിന്തിക്കുക സഹോദരന്മാരെ, സഹോദരിമാരെ, ഇതെല്ലാം പടപ്പിലേക്കുള്ള ക്ഷണമാണ്. പടച്ചവനിലേക്കുള്ള ക്ഷണത്തിനായിരുന്നു പ്രവാചകന്മാർ അഖിലവും ഈ ദുനിയാവിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ചിട്ടുള്ളത്. ആ പ്രവാചകന്മാരുടെ മാതൃകയായിക്കൊണ്ട് അവരുടെ വഴിയിൽ പിൻപറ്റി നമ്മൾ മുന്നോട്ട് പോകണോ, അതല്ല ഇത്തരം പൗരോഹിത്യത്തിൻ്റെ പിന്നാലെ പോയി നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ തീരുമാനിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല സത്യത്തെ മനസ്സിലാക്കുവാനും അസത്യത്തിൽ നിന്ന് മാറി നടക്കുവാനും യഥാർത്ഥ ഹക്കിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.